അമ്മയോട് ചെന്ന് മാപ്പ് ചോദിക്കണമെന്നുള്ളത് നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷയല്ല, എൻ്റെ ഓർഡറാണ്. ഈ നിധിയുടെ ഓർഡർ. ഞാൻ പറയുന്നതനുസരിച്ച് അമ്മയോട് ചെന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? ഞാനൊന്നും ചെയ്യില്ല. ചെയ്യുന്നത് മുഴുവനും ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോയോ? എന്ത് വീഡിയോ? ഒരു ലേറ്റസ്റ്റ് ആക്ഷൻ മൂവി. കാണുന്നോന്ന്? കാണണം. കാണിച്ചു തരാം ഞാൻ. ദാ കണ്ടു നോക്ക്. കണ്ടല്ലോ, ഇത് നിങ്ങൾ നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ദൃശ്യമാണ്. എങ്ങനെയുണ്ട് മാഡം വീഡിയോ? ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, സൂപ്പർ ആയിരിക്കുന്നു. ഇതെങ്ങനെ നിന്റെ കയ്യില്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ നിനക്ക് കിട്ടി? കിട്ടിയ വഴി എന്തോ ആയിക്കോട്ടെ, കിട്ടി. അതാണ് റിയാലിറ്റി. ഇതെങ്ങാനും ഇവിടെയുള്ള ഒരു ജേർണലിസ്റ്റിന്റെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഓ, വിത്തിൻ മിനിറ്റ്സ് ബ്രേക്കിംഗ് ന്യൂസ്. എയറിൽ കയറും. പ്രമുഖ വ്യവസായി വസുന്ധര നടത്തിയ കൊലപാതകത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. എങ്ങനെയുണ്ട്? നിധി, ആ ഫോണിങ്ങെടുത്തേ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ. ഇനി എടുക്കാനാ പറഞ്ഞത്. കൊറേ വിലസിയതിനു ശേഷം എന്റെ മുമ്പിൽ വന്ന് അന്തസ്സായിട്ട് പെട്ടു തന്നതല്ലേ. ഈ വീഡിയോ അത്ര പെട്ടെന്ന് ഡിലീറ്റ് ചെയ്താ അതെങ്ങനെയാ ശരിയാവുന്നത്? നമുക്ക് ഡീല് സംസാരിച്ചാലോ? തൽക്കാലം നിങ്ങൾ ഇത്രയും ചെയ്താൽ മാത്രം മതി. നേരെ ഈശ്വരമംഗലത്തേക്ക് പോണം. അവിടെ ചെന്ന് പാറുവമ്മയെ പിടിച്ചു നിർത്തി താണു വീണ് കിടന്ന് ഒരു മാപ്പ് അങ്ങോട്ട് പറയണം. എന്നിട്ടേ ആ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അമ്മയോട് മാപ്പിരക്കുന്ന വീഡിയോ എന്റെ ഫോണിൽ എത്തിയില്ലെങ്കിൽ എന്റെ ഫോണിലെ നിങ്ങൾ അഭിനയിച്ച ആക്ഷൻ മൂവി എയറിൽ പോയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല.
വീഡിയോ എങ്ങാനും ലീക്കായാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പോലീസിന് കാര്യങ്ങൾ പിന്നെ എളുപ്പമായി. പിന്നെ അറസ്റ്റായി, ബഹളമായി, ചാനൽ വാർത്തയായി. ഹോ ഈ കയ്യില് വിലങ്ങും വെച്ച് നിങ്ങളെ കൊണ്ടുപോകുന്ന ദൃശ്യം പിന്നെ ന്യൂസ് ചാനലുകൾ ആഘോഷിക്കും. ഈശ്വരമംഗലത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മാപ്പ് പറച്ചിൽ. അതിന് പറ്റില്ലെങ്കിൽ സർവ ചാനലുകളിലും നിങ്ങളുടെ ഈ മോന്തായം നല്ല HD ക്വാളിറ്റിയിൽ നിറയും. വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന വസുന്ധരയുടെ മുഖം. ഇതിലിനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിധി വേണ്ട. ചെയ്യാത്ത തെറ്റിന് എന്നെ 7 വർഷം തുറങ്കിലടയ്ക്കാൻ നോക്കിയവരാ നിങ്ങള്. ഇതിപ്പോ ചെയ്ത തെറ്റിനായിരിക്കും നിങ്ങൾ അകത്താവാൻ പോകുന്നത്. ആ, ദോഷം പറയരുതല്ലോ. 7 വർഷമൊന്നും ആയിരിക്കില്ല കേട്ടോ. മിനിമം ഒരു ജീവപര്യന്തം. പിന്നെ നിങ്ങളുടെ യോഗം പോലെ ഇരിക്കും. ഒരു തൂക്ക് കയറ് കിട്ടാനും സാധ്യതയില്ലാതില്ല. എന്തു പറയുന്നു? 2 ഓപ്ഷൻസ് ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്ലീസ് വേണ്ട. ഈ വീഡിയോ ലീക്ക് ആവരുത്. എങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കും. ചെന്ന് എന്റെ പാറുവമ്മയുടെ കാൽക്കൽ വീണ് മാപ്പിരക്ക്. ആ, പിന്നൊരു കാര്യം. ഈ വീഡിയോയുടെ കാര്യം ഇപ്പോഴും ഗൗതമിനറിയില്ല. ആന്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഫേവർ. ഈ വീഡിയോ മീഡിയ കാണിക്കണോ വേണ്ടയോ എന്ന് ഗൗതമിനെ കാണിച്ച് ഞാനൊരു അഭിപ്രായം ചോദിക്കാം. അയ്യോ വേണ്ട, ഗൗതമിനെ കാണിക്കില്ലേ പ്ലീസ്. ഓക്കെ കാണിക്കുന്നില്ല. അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കാര്യങ്ങളെല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഏട്ടത്തിയോട് മാപ്പ് പറയാം.